ഹൈക്കോടതി ഇ ഡിയുടെ ഷോക്കോസ് നോട്ടീസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് 4 മാസത്തേക്ക്. അതിനുള്ളിൽ അവർ അതിന് വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം 5-6 വർഷമായി ഈ പണി തുടങ്ങിയിട്ട്. ഒരുപക്ഷെ ഇതോടുകൂടി ഇത് അവസാനിച്ചേക്കാം. ഇതുവരെയും ഇ ഡിയുടെ ഡിമാൻഡ് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ ഹാജരാവണമെന്നാണ്. എന്തിനാണ് ഞാൻ ഹാജരാവേണ്ടത്? എന്താണ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രൈം? അത് ഇതുവരെ മറുപടി പറയാൻ ഇത്രയും വർഷമായിട്ട് ഇടിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പരന് അവകാശമുണ്ട്, ഇങ്ങനെ വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ പൗരാവകാശമുണ്ട്. ഇപ്പോൾ കോടതി അത് സംരക്ഷിച്ചിട്ടുണ്ട് ഇതുവരെയും. അപ്പോൾ ഏറ്റവും അവസാനം ഇ ഡി ചെയ്തത് കോടതിയിൽ വിധി പറയാൻ വെച്ചിരിക്കുക കാര്യം, പക്ഷേ അത് വിട്ടു. ഞങ്ങളിനി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഷോക്കോസ് നോട്ടീസ് അയക്കുകയാണ്. ഞാൻ ഇൻവെസ്റ്റിഗേഷന് ഹാജരാവണ്ട. പക്ഷേ ഷോക്കോസ് നോട്ടീസ് എന്താണ്? ഈ ഫണ്ട്, മസാല ബോർഡിൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു, ചട്ടവിരുദ്ധമായിട്ട് ഭൂമി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. ഭൂമി വാങ്ങുക പോലും അനുവദനീയമാണെന്ന് അക്വയർ ചെയ്തത്. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ 2019 നിലവിലുണ്ടായിരുന്ന സർക്കുലർ പ്രകാരം റിയൽ എസ്റ്റേറ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നത് എക്സ്പ്ലിസിറ്റായിട്ട് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് പറഞ്ഞിട്ടാ ഷോക്കോസ് നോട്ടീസ്. ഇതാ ഞങ്ങൾ പറയുന്നത് കോടതിയിൽ. ഇത് ഹരാസ്മെൻ്റാണ്. എന്തിനാ ഹാജരാവുന്നത്? അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. കോടതി സ്റ്റേ ചെയ്തിരിക്കുക. ഞങ്ങളുടെ പ്രയറും അതായിരുന്നു, കോടതി സ്റ്റേ ചെയ്യണം. ഇതിൻ്റെ എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ ലാഞ്ചന ഇതിലുണ്ടോ എന്ന് കോടതിയിലൊന്ന് ബോധിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഇ ഡി പറയട്ടെ. ഞാൻ വിധി കേട്ടിട്ടില്ല, എന്നാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് പറഞ്ഞതാണ്. ഇ ഡിയെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു, അതിനെ ഭയക്കേണ്ടി വരുന്നു എന്നൊരു ഉണ്ടല്ലോ. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോട്ടീസായി. അന്നും മണ്ടൻ നോട്ടീസുകൾ. ഇങ്ങനെ ഇ ഡി ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ ജമാനന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതൊന്നും ഈ കേരളത്തിൽ വിലപ്പോവില്ല. ആർക്ക് ഭയം? എന്തിനു ഭയപ്പെടണം?